നമസ്കാരം, ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. വിജയരാഘവപുരത്തിന്റെ ഗ്രാമോത്സവമായി നിറവ് ഓണോത്സവം. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് മേലൂർ ജംഗ്ഷൻ പരിസരം വൃത്തിയാക്കി. അളകപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക്കിന്റെ കവാടത്തിൽ SFI സ്ഥാപിച്ച കമാനം പുതുക്കാട് പോലീസ് നീക്കം ചെയ്തു. കൊരട്ടി തിരുമുടിക്കുന്ന് സ്രാമ്പിക്കലിൽ ആന്ധ്ര സ്വദേശിനിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. ജില്ലയിലെ ഓട്ട് കമ്പനി തൊഴിലാളികൾക്ക് 15.5% ബോണസ് നൽകാൻ തീരുമാനം. ദേശീയപാതയിൽ കൊരട്ടി JTS ജംഗ്ഷനിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ഒരാൾക്ക് സാരമായി പരിക്കേറ്റു. വിശദമായ വാർത്തയിലേക്ക്. വിജയരാഘവപുരത്തിന്റെ ഗ്രാമോത്സവമായി നിറവ് ഓണോത്സവം. 32, 33 വാർഡ് വികസന സമിതിയും കുടുംബശ്രീ ADS കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ഓണോത്സവ നിറവ് ജനപങ്കാളിത്തം കൊണ്ടും വിജയരാഘവപുരത്തിന്റെ ഗ്രാമോത്സവമായി മാറി. ഗാന്ധി ജയന്തി ദിനത്തിൽ VR പുരം കസ്തൂർബ കേന്ദ്രത്തിൽ നടന്ന പൊതുശുചീകരണ പരിപാടിയിൽ വാർഡ് വികസന സമിതി അംഗങ്ങൾ, കുടുംബശ്രീ തൊഴിലുറപ്പ് പ്രവർത്തകർ, ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാർ, ബാലസഭ കുട്ടികൾ തുടങ്ങി 100 കണക്കിന് പേർ പങ്കെടുത്തു. ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായി റാലിയും നടന്നു. വൈകിട്ട് 32, 33 വാർഡ് സഭാ യോഗത്തിന് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം നഗരസഭാ ചെയർമാൻ എബി ജോർജ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. VR പുരം നിവാസിയും ചാലക്കുടി ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടുമായ സുമേഷ് K മുഖ്യാതിഥിയായി പങ്കെടുത്തു. തുടർന്ന് നടന്ന സമാദരണ ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും വിദ്യാർത്ഥി പ്രതിഭകളെയും സ്ഥാപനങ്ങളെയും അനുമോദിച്ചു. ഓണോത്സവത്തിന്റെ ഭാഗമായി വൻ ജനപങ്കാളിത്തത്തോടെ നടന്ന മെഗാ നാടൻപാട്ട് കൈകൊട്ടിക്കളി മത്സരം വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു തിരി തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. മുൻ കൌൺസിലർ CP സുബ്രൻ സ്മാരക ട്രോഫിയും MR വാസു സ്മാരക ക്യാഷ് പ്രൈസും 1ാം സ്ഥാനത്തിനും, മുൻ കൌൺസിലർ PC വേലു സ്മാരക ട്രോഫിയും ക്യാഷ് പ്രൈസും 2ാം സ്ഥാനത്തിനും വേണ്ടിയുള്ള വാശിയേറിയ കൈകൊട്ടിക്കളി മത്സരത്തിൽ ഓണനിലാവ് UK 1ാം സ്ഥാനവും മാള രുദ്രപ്രിയ 2ാം സ്ഥാനവും നേടി. വാർഡ് വികസന സമിതി കൺവീനർമാരായ ഷാജി മഠത്തിപ്പറമ്പിൽ, ദേവസി പാറൈക്കാടൻ, നിറവ് കോർഡിനേറ്റർ ഡോക്ടർ ലിൻഡോ ആലപ്പാട്ട്, ട്രഷറർ സജിലേഷ് ബാലൻ, റിൻഡോസ് കണ്ണമ്പുഴ, ജോഫിൻ ജോസ്, സിജോ മാളിയേക്കൽ, ദീപക് CD, തോമസ് പുല്യാടൻ, ഉണ്ണികൃഷ്ണൻ എടാർത്ത്, ഷിബു കിടങ്ങത്ത്, ഉണ്ണികൃഷ്ണൻ തിരുക്കുളം, വേലായുധൻ ഐനിക്കാടൻ, ADS ഭാരവാഹികളായ ഇന്ദിര ബാബു, സുകന്യ സനീഷ് കുമാർ, സിന്ധു ജയരാജ്, രേഖ ഗോപി, പോൾസി ബാബു, മഞ്ജു ഷിബു എന്നിവർ പ്രസംഗിച്ചു. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് മേലൂർ ജംഗ്ഷൻ പരിസരം വൃത്തിയാക്കി. മേലൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പാൾ ഡോക്ടർ മേഴ്സി തോമസ്, NSS പ്രോഗ്രാം ഓഫീസർ കീർത്തി പോൾ, വാർഡ് മെമ്പർ ജാൻസി പൌലോസ്, വോളണ്ടിയർ ലീഡേഴ്സ് നിവേദിത MS, ജോയൽ PA, PTA പ്രസിഡന്റ് ബെന്നി TO എന്നിവർ നേതൃത്വം നൽകി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ മേലൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് ഇന്ന് മേലൂർ പഞ്ചായത്തിൽ നിന്ന് പ്ലാസ്റ്റിക് നീക്കം ചെയ്ത് സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി, ആ ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾ ഇവിടെ ഒന്ന് വൃത്തിയാക്കാനായിട്ട്, യൂണിറ്റ് ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് NSS വോളണ്ടിയേഴ്സ്.
നമുക്കറിയാം ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. അതിനോടനുബന്ധിച്ച് നമ്മുടെ മേലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSന്റെ കുട്ടികളാണ് ഇന്ന് ഇവിടെ വൃത്തിയാക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തൊക്കെയായാലും നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ ഇതിന്റെ ഭാഗമായി നമ്മുടെ മേലൂരും അതുപോലുള്ള പരിസരങ്ങൾ വൃത്തിയാക്കാനായിട്ട് എല്ലാ പ്രാവശ്യവും അവരുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. അതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതിന്റെ കോർഡിനേറ്ററായ ഷിമി ടീച്ചർക്കും കുട്ടികൾക്കും, ടീച്ചറുടെ നേതൃത്വത്തിലാണ് ഈ കുട്ടികളൊന്നും ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പ്രത്യേകം നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ വരും തലമുറയ്ക്ക് മാതൃകയായിട്ട് ഈ കുട്ടികൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക്കിന്റെ കവാടത്തിൽ SFI സ്ഥാപിച്ച കമാനം പുതുക്കാട് പോലീസ് നീക്കം ചെയ്തു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പ്രവേശന കവാടത്തിൽ SFI കമാനം സ്ഥാപിച്ചത്. പോളിടെക്നിക് പ്രിൻസിപ്പാളിന്റെ പരാതിയെ തുടർന്നാണ് പോലീസ് നടപടി. വെള്ളിയാഴ്ച രാവിലെയാണ് SFI സാരഥികളെ വിജയിപ്പിക്കുക എന്ന കമാനമാണ് പോളിടെക്നിക്കിന്റെ കവാടത്തിൽ സ്ഥാപിച്ചത്. പരാതിയെ തുടർന്ന് SFI പ്രവർത്തകരോട് കമാനം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പോലീസ് കമാനം നീക്കം ചെയ്തത്. SFI കമാനം നീക്കം ചെയ്തില്ലെങ്കിൽ ABVP പ്രവർത്തകരും കമാനം സ്ഥാപിക്കുമെന്ന് പറഞ്ഞെത്തിയിരുന്നു. ഇത് തർക്കത്തിലേക്ക് നീങ്ങാതിരിക്കുന്നതിനാണ് പോലീസ് SFIയുടെ കമാനം നീക്കം ചെയ്തത്. മുൻപും പോളിടെക്നിക്കിന്റെ പ്രവേശന കവാടത്തിൽ SFIയും ABVPയും കമാനങ്ങൾ സ്ഥാപിച്ചത് പരാതിക്കിടവരുത്തിയിരുന്നു. പിന്നീട് പോലീസ് എത്തി ഇവയെല്ലാം നീക്കം ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഇരു വിഭാഗങ്ങളോടും പ്രവേശന കവാടത്തിൽ കമാനങ്ങളും ബാനറുകളും സ്ഥാപിക്കരുതെന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് SFI പ്രവർത്തകർ വെള്ളിയാഴ്ച കമാനം സ്ഥാപിച്ചത്. കൊടകര പൂനിലാക്കാവ് ദേവീക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. വൈകിട്ട് 7 മണിക്ക് സീരിയൽ താരം ശിവാനി മേനോൻ നവരാത്രി മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് D. നിർമ്മൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ പിന്നണി ഗായിക വർഷ വിക്രമൻ മുഖ്യാതിഥിയായിരുന്നു. ക്ഷേത്രം സെക്രട്ടറി ഇളയത്ത് രവീന്ദ്രൻ, പ്രോഗ്രാം കൺവീനർ രാമചന്ദ്രൻ പയ്യാക്കൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് രാധേയം നൃത്തവിദ്യാലയം അവതരിപ്പിക്കുന്ന രംഗപൂജ ഉണ്ടായിരുന്നു. കൂടാതെ വിജയദശമി ദിനം വരെ എല്ലാ ദിവസവും വൈകിട്ട് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. വിജയദശമി ദിനമായ ഞായറാഴ്ച രാവിലെ 7:30 മുതൽ എഴുത്തിനിരുത്തുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിലെ ഓട്ട് കമ്പനി തൊഴിലാളികൾക്ക് 15.5% ബോണസ് നൽകാൻ തീരുമാനം. ജില്ലാ ലേബർ ഓഫീസർ KS സുജിത് ലാലിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലായിരുന്നു തീരുമാനം. ബോണസ് ഒക്ടോബർ 10 മുൻപ് വിതരണം ചെയ്യും. തൊഴിലാളികൾക്ക് വേണ്ടി AV ചന്ദ്രൻ, PK പുഷ്പാകരൻ, ആന്റണി കുറ്റൂക്കാരൻ, CL ആന്റോ, PG മോഹനൻ, KV പ്രസാദ്, P ഗോപിനാഥൻ എന്നിവരും ഉടമകളെ പ്രതിനിധീകരിച്ച് സെൻട്രൽ കേരള ടൈൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് K മഞ്ഞളി, സെക്രട്ടറി MK സന്തോഷ്, ഭാരവാഹികളായ CP ചന്ദ്രൻ, VK രവികുമാർ, KS ബാബു, KR രാമദാസ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ഓണത്തിന് മുൻപ് നടന്ന ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ 25-ന് ഓട്ട് കമ്പനി തൊഴിലാളികൾ സൂചനാ പണിമുടക്ക് നടത്തിയിരുന്നു. ദേശീയപാതയിൽ കൊരട്ടി JTS ജംഗ്ഷനിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ഒരാൾക്ക് സാരമായി പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. മുൻപിൽ പോയിരുന്ന വാഹനങ്ങൾ ബ്രേക്ക് ചെയ്തപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ലോറി മുന്നിലെ വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മുൻപിലുണ്ടായിരുന്ന കാർ ഓട്ടോയിൽ ഇടിക്കുകയും ഓട്ടോറിക്ഷ പിക്കപ്പിൽ ഇടിക്കുകയും പിക്കപ്പ് കാറിൽ ഇടിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ഇടിച്ച വാഹനങ്ങൾ റോഡിൽ നിന്ന് മാറ്റിയ ശേഷമാണ് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് എത്തി ആശുപത്രിയിലെത്തിച്ചു. ലോറി അമിത വേഗതയിലായതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു എന്ന് പറയുന്നു. കൊരട്ടി തിരുമുടിക്കുന്ന് സ്രാമ്പിക്കലിൽ ആന്ധ്ര സ്വദേശിനിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആന്ധ്ര സ്വദേശിനിയായ 54 വയസ്സുകാരി മുന്നയ്യയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
തിരുമുടിക്കുന്ന് തെക്കൻ വീട്ടിൽ പോളിയുടെ വീട്ടിൽ 2 വർഷത്തിലേറെയായി താമസിച്ചു വരികയായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 2:30 കൊരട്ടി പോലീസ് സ്റ്റേഷനിലെത്തിയ പോളി തന്നെയാണ് മുന്ന വീട്ടിൽ മരിച്ചു കിടക്കുന്നതായി അറിയിച്ചത്. മരണത്തിൽ ദുരൂഹത തോന്നിയതിനെ തുടർന്ന് പോളിയെ കസ്റ്റഡിയിൽ എടുത്തതായും കൊരട്ടി പോലീസ് പറഞ്ഞു. മുന്നയുടെ തലയ്ക്ക് പരിക്കുണ്ടെന്നും തലയിൽ നിന്നും രക്തം വാർന്ന നിലയിലായി വീടിനകത്താണ് മൃതദേഹം കണ്ടെത്തിയതെന്നും പോലീസ് പറഞ്ഞു. ഫോറൻസിക് വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനും പോസ്റ്റ്മോർട്ടം നടത്താനുമാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. സംഭവം അറിഞ്ഞ് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ്, കൊരട്ടി SHO അമൃതരംഗൻ എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ബ്ലോക്ക് മെമ്പർ സിന്ധു രവി, പഞ്ചായത്ത് അംഗം PS സുമേഷും സ്ഥലത്തെത്തിയിരുന്നു. സംഭവം ഇന്നലെ വെളുപ്പിനാണ് പോലീസ് വിളിച്ചിട്ടാണ് ഞാൻ സ്ഥലത്തെത്തിയത്. കഴിയുമ്പോൾ ആള് നിലത്ത് കിടക്കാണ്, മലതാണ് കിടക്കണം. അദ്ദേഹത്തിൻ്റെ സ്ത്രീയുടെ തലയ്ക്ക് പിറകിലായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. ബ്ലഡ് ക്ലോട്ടായിട്ട് മൊത്തം തലയിൽ കിടക്കുന്നുണ്ട്. ആൾ പറയുന്നത് തൂങ്ങിയതാണ്. ആൾ ഇപ്പോൾ സാരി ഇറത്ത് താഴേക്ക് എടുത്തി. പിന്നീടാണ് സ്റ്റേഷനിൽ ചെന്ന് ആൾ മൊഴി കൊടുത്തത്. ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ വിളിച്ചിട്ട് എനിക്കണില്ല. അങ്ങനെയാണ് പോലീസ് സ്ഥലത്തെത്തിയത്. തുടർന്ന് തന്നെ വിളിച്ചു. ഞാൻ സ്ഥലത്തെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ സ്റ്റേഷനിലേക്ക് മൊഴിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള നടപടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,120 രൂപ, പവന് 56,960 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിജയരാഘവപുരത്തിന്റെ ഗ്രാമോത്സവമായി നിറവ് ഓണോത്സവം. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് മേലൂർ ജംഗ്ഷൻ പരിസരം വൃത്തിയാക്കി. അളകപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക്കിന്റെ കവാടത്തിൽ SFI സ്ഥാപിച്ച കമാനം പുതുക്കാട് പോലീസ് നീക്കം ചെയ്തു. കൊരട്ടി തിരുമുടിക്കുന്ന് സ്രാമ്പിക്കലിൽ ആന്ധ്ര സ്വദേശിനിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടകര പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി. ജില്ലയിലെ ഓട്ട് കമ്പനി തൊഴിലാളികൾക്ക് 15.5% ബോണസ് നൽകാൻ തീരുമാനം. ദേശീയപാതയിൽ കൊരട്ടി JTS ജംഗ്ഷനിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ഒരാൾക്ക് സാരമായി പരിക്കേറ്റു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. പുതുക്കാട് ചാലക്കുടി മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.